السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിൽ നമ്മൾ കൃത്യനിഷ്ഠയോടെ നിർവഹിക്കേണ്ടുന്ന ദിക്റുകളും ദുആകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന പരമ്പരയിൽ ഉറങ്ങാൻ നേരത്തെ നിർവഹിക്കേണ്ടുന്ന ആയത്തുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൂറത്തുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 സൂറത്തുകൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അതാണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. മറ്റൊന്ന് സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 അധ്യായങ്ങളെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ, കാന ഇദാ അവാ ഇലാ ഫിറാശിഹി, അവിടുന്ന് ഉറങ്ങുവാനുള്ള വിരിപ്പിലേക്ക് അഭയം പ്രാപിച്ചാൽ, ഉറങ്ങാനുള്ള വിരിപ്പിലേക്ക് ചെന്ന് ചേർന്നാൽ, കുല്ല ലൈലത്തിൻ, അടിവരയിടുക, എല്ലാവരും നോട്ട് ചെയ്യുക, കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഇത് പതിവാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം അത് ചെയ്യാതെ നബി തങ്ങൾ ഉറങ്ങാറില്ല, നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ രാത്രിയിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പതിവായിരുന്നു. എന്തു ചെയ്യും? ജമഅ കഫൈഹി, അവിടുത്തെ 2 മുൻകൈകളും ഇങ്ങനെ കൂട്ടിപ്പിടിക്കും, 2 കൈകളും ഇങ്ങനെ ചേർത്ത് വെക്കും. സുമ്മ നഫസ ഫീഹിമാ, എന്നിട്ട് അതിൽ ഊതുന്നതാണ്, അവ രണ്ടിലും ഊതും. ഫഖറഅ, ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ട്. എന്താണ് പാരായണം ചെയ്യുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പാരായണം ചെയ്യും. എന്നിട്ടോ സുമ്മ യംസഹു ബിഹിമാ, എന്നിട്ട് ആ 2 കൈകളും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവും. മസ്തതാഅ മിൻ ജസദിഹി, ശരീരത്തിൽ നിന്ന് എവിടെയൊക്കെ ആ കൈ കൊണ്ട് തടവാൻ പറ്റുമോ അവിടെ മുഴുവനും തടവും. ആരംഭം എവിടം കൊണ്ടായിരിക്കണം? യബ്ദഉ ബിഹിമാ, ആ 2 കൈകൾ കൊണ്ടും തടവൽ അവിടുന്ന് ആരംഭിച്ചിരുന്നത് അലാ റഅസിഹി, തന്റെ തല മുതൽ തുടങ്ങും. വവജ്ഹിഹി, പിന്നെ മുഖത്ത്, പിന്നെ വമാ അഖ്ബല മിൻ ജസദിഹി, തന്റെ ശരീരത്തിൽ നിന്ന് മുന്നിട്ട് വരുന്ന ഏതെല്ലാം ഭാഗങ്ങളിൽ അവിടുത്തേക്ക് തടവാൻ കഴിയുമോ അവിടെയൊക്കെ അവിടുന്ന് തടവാറുണ്ട്. യഫ്അലു ദാലിക, അപ്രകാരം നബി തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. സലാസ മറാത്തിൻ, 3 തവണ. വളരെ ക്ലിയറാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. വളരെ ശ്രദ്ധാപൂർവം നമ്മളൊക്കെ നിർവഹിക്കേണ്ടുന്ന, കാവൽ തേടുന്ന അധ്യായമാണത്. ഇവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഒന്ന്, എല്ലാ രാത്രിയിലും അവിടുന്ന് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മുടങ്ങരുത്. രണ്ടാമത്തെ കാര്യം, 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട്. ഈ ഹദീസിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം നോക്കുകയാണെങ്കിൽ ആദ്യം അതിൽ ഊതി എന്നിട്ട് പാരായണം ചെയ്തു എന്ന ധ്വനിയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട്. ആദ്യം ഊതുകയാണോ അതോ ഓതിയിട്ട് ഊതുകയാണോ ചെയ്യേണ്ടത്? 2 അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. എന്നാൽ പല പണ്ഡിതന്മാരും പറഞ്ഞത് ആ വിഷയത്തിൽ കാര്യം വളരെ വാസിയാണ്, അതിൽ തർക്കിക്കേണ്ടതില്ല, അതിലൊരു കടുംപിടുത്തൊന്നും ആവശ്യമില്ല, ഏത് വിധത്തിലുമാകാം. ഊതിയിട്ട് ഓതാം, ഓതിയിട്ട് ഊതാം, 2ഉം ചെയ്യാം. 2ആയിരുന്നാലും കുഴപ്പമില്ല. പല പണ്ഡിതന്മാരും എന്ത് ചെയ്യുകയാണ്, അവർ പറയുന്നത് ആദ്യം ഓതുകയാണ് വേണ്ടത്, പിന്നീട് ഊതുക. കാരണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആ തുപ്പിനീരിൻ്റെ ഏതെങ്കിലും അംശങ്ങളാണല്ലോ കൈകളിലേക്ക് ഊത്തിലൂടെ വരുന്നത് എന്ന് പറഞ്ഞ ആ ന്യായം പറഞ്ഞവരുണ്ട്. എന്നാൽ ആദ്യം ഊതുകയാണ് വേണ്ടത്. സിഹറൊക്കെ ചെയ്യുന്ന ആളുകൾ കെട്ടുകളിട്ട് അവർക്ക് മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അവർ പിന്നെയാണ് ഊതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടെതിരാകാൻ വേണ്ടി ആദ്യം ഊത്ത് നടത്തിയിട്ട് പിന്നെ ഓതിയതാണ് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. അതൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എന്തായിരുന്നാലും 2ൽ ഏത് രീതിയും സ്വീകരിക്കാം. സഹോദരങ്ങളെ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇനി ഒരാൾക്കൊരു ഡൗട്ട് ഉണ്ടാവേണ്ടതില്ല. 2 കൈകളും ചേർക്കുക. എന്നിട്ട് നിങ്ങൾ ഈ 3 സൂറത്തും ആദ്യമാണ് പാരായണം ചെയ്യുക. എന്നിട്ട് ഊതുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആ കൈകൾ കൊണ്ട് തലയിലും മുഖത്തും ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? തടവാം. 1 തവണയായി. 2ാം തവണയും അപ്രകാരം തന്നെ ചെയ്യുന്നു.
തടവുന്നു. മൂന്നാം തവണയും അപ്രകാരം തന്നെ കൈകൾ ചേർത്ത് പിടിക്കുന്നു, ആ വിധത്തിൽ നിർവഹിക്കുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് 3 തവണ നിർവഹിച്ചു. എന്താണ് ഇതിലുള്ളൊരു പ്രത്യേകത? ഇത് തഅവ്വുദാണ്, വല്ലാത്തൊരു കാവൽ തേട്ടമാണ്. മനുഷ്യനുള്ള ഏറ്റവും വലിയ ഒരു ഏറ്റവും സുരക്ഷയ്ക്ക് പറ്റിയ രൂപത്തിലുള്ള അധ്യായങ്ങളാണിത്. അവൻ്റെ ഉറക്കിൽ അവന് ഇഷ്ടമില്ലാത്തത്, ദുസ്വപ്നങ്ങള്, പേടിപ്പെടുത്തുന്ന കാഴ്ചകള്, അതേപോലെ തന്നെ ഉപദ്രവിക്കാവുന്ന ജീവികൾ. മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പ്രവാസ ലോകത്തൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേ അവസരത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ പല ഇഴജന്തുക്കൾ കയറി വരാം, പാമ്പ് വരെ കയറി വരാം, തേള് വരാം, മറ്റ് വിഷജീവികൾ വരാം. അതേപോലെ തന്നെ എവിടെയാണെങ്കിലും, ഇനി പ്രവാസ ലോകത്താണെങ്കിലും അല്ലെങ്കിലൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തെല്ലാം ആപത്തുകൾ സംഭവിക്കാം. എത്രയോ ആളുകളുടെ ഉറക്കത്തിൽ പല വിധത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ട് അവർ മരണപ്പെട്ടവരുണ്ട്. തീപിടിച്ച് ശ്വാസം മുട്ടി മരണപ്പെട്ട ആളുകളുണ്ട്. പല വിധത്തിലുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ അവരുടെ മേൽ തകർന്നു വീണുകൊണ്ട് മരണം സംഭവിക്കുന്ന ആളുകളുണ്ട്. പല വിധത്തിൽ ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് ഉപദ്രവങ്ങൾ വരിക എന്ന് പറയാൻ കഴിയൂല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണർന്നിരിക്കുന്ന അവസ്ഥ പോലെയല്ലല്ലോ. ഉണർന്നിരിക്കുമ്പോൾ ഏത് വിധത്തിലുള്ള അവനെതിരെ വരുന്ന ഏത് ദ്രോഹങ്ങളെയും ഒരു വേള അവന് തടയുവാൻ സാധിക്കുമല്ലോ. ഇതങ്ങനെയല്ലല്ലോ. അവൻ ഉറങ്ങിക്കിടക്കുന്ന അവസരമല്ലേ. റബ്ബിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനും കാവലും തന്നെ വേണം. അതുകൊണ്ട് തന്നെ മുടങ്ങാതെ നമ്മളെല്ലാവരും ഇത് നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ രാത്രിയിലും ഇത് ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ചെയ്യാൻ കഴിയാത്തത്ര രോഗിയായ അവസരത്തിൽ നമ്മുടെ ഉമ്മ പറയുന്നുണ്ട്, ഫലമ്മശ്തകാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ രോഗിയായ വേളയിൽ കാന യഅ്മുറു, അവിടുന്ന് കൽപ്പിക്കാറ് പതിവുണ്ടായിരുന്നു, അൻഅഫ്അല ദാലിക ബിഹി, നബിക്ക് ഞാനത് ചെയ്തു കൊടുക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഞാനത് ചെയ്തു കൊടുക്കാൻ എന്നോട് കൽപ്പിച്ചിരുന്നു എന്നാണ്. അപ്പൊ അത്രയും ആരോഗ്യം നബിതങ്ങൾക്ക് സ്വന്തമായിട്ടത് പാരായണം ചെയ്യാനുള്ള അങ്ങനെ നാവ് ചലിപ്പിച്ച് പാരായണം ചെയ്യാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട വേളയിൽ പോലും അല്ലാഹുവിന്റെ റസൂല് അപ്രകാരം ചെയ്യാൻ ഒരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉമ്മ അത് വിശദീകരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രോഗം, ഏത് രോഗം? ഫീ മറളിഹിൽ ലദീ ഖുബിള ഫീഹി, അവിടുന്ന് വഫാത്തായ രോഗം, അവിടുന്ന് വഫാത്തായ രോഗത്തിൽ പോലും ബിൽ മുഅവ്വദാതി, ഈ 3 അധ്യായങ്ങളും ഓതിയിട്ട് അവിടുന്ന് റബ്ബിനോട് കാവൽ തേടിയിരുന്നു. ഫലമ്മാ സഖുല, ആ മരണത്തിന്റെ രോഗത്തിലും വല്ലാത്തൊരു പ്രയാസത്തിന്റെ ഘട്ടമെത്തിയപ്പോൾ, അഥവാ ഇത് ചൊല്ലാനുള്ള ആരോഗ്യം പോലും നഷ്ടപ്പെട്ടപ്പോൾ, കുന്തു അന അൻഫുസു അലൈഹി ബിഹിന്ന, ഈ 3 അധ്യായങ്ങളും നബിതങ്ങൾക്ക് പാരായണം ചെയ്തു കൊടുത്തിരുന്നത് ഞാനായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ അവിടുത്തെ കൈകളിൽ ഊതും. എന്നിട്ട് എന്തു ചെയ്യും? ഫംസഹു ബിയദി നഫ്സിഹി ലിബറകതിഹാ, നബിതങ്ങളുടെ തടവൽ ഞാൻ നബിതങ്ങളുടെ കൈ കൊണ്ട് തന്നെ തടവും, അള്ളാന്റെ റസൂലിന്റെ കൈ കൊണ്ട് തന്നെ തടവും. ആയിഷമ്മ ബീവിയ പാരായണം ചെയ്യുന്നത് ഊരുന്നതൊക്കെ, പക്ഷെ തടവുന്നത് ആരുടെ കൈ കൊണ്ടാ? റസൂലുള്ളാഹിയുടെ കയ്യിലാ ഊരുന്നത്, നബിതങ്ങളുടെ കയ്യാ തടവുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾക്കുള്ള ബറക്കത്ത് അത് അള്ളാഹു പ്രത്യേകമായി നൽകിയിട്ടുള്ള, നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്താണ്. ആ ബറക്കത്ത് നബിതങ്ങൾക്കല്ലാതെ മറ്റാർക്കുമില്ല. അവിടുത്തെ സഹാബിമാരിൽ മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പോലുമില്ല. അതുകൊണ്ടാണ് ആയിഷമ്മ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നത്? ഓതലും ഊതലൊക്കെ ചെയ്തിട്ട് ആ കൈ കൊണ്ട്, ആയിഷമ്മ ബീവി അല്ല, ആയിഷമ്മ ബീവിയുടെ കൈ കൊണ്ടല്ല തടവുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ കൊണ്ട് തന്നെ, ആ കൈ കൊണ്ട് തന്നെ അവിടുത്തെ തലയും മുഖവും ശരീരമൊക്കെ ഞാൻ തടവിക്കൊടുത്തിരുന്നു. അപ്പോൾ ഒരിക്കലും മുടങ്ങാതെ വേദനയൊക്കെ ഉള്ള അവസരത്തിലും രോഗിയായ അവസരത്തിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നിർവഹിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെ ആയത്തുകൾ ഓതിയിട്ട് അത് ശരീരത്തിലോ മുഖത്തോ ഒക്കെ തടവുക എന്നുള്ളത് ഈ ഒരു ഹദീസിലല്ലാതെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഓതിയിട്ട് ഊതലും അത് തടവലുമൊക്കെ നമുക്ക് സ്ഥിരപ്പെട്ട് വന്നത് എപ്പോഴാണ്? ഈ ഉറങ്ങാൻ നേരത്തുള്ള ഈ 3 അധ്യായങ്ങൾ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആ അർത്ഥത്തിൽ
എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തടവിയതുപോലെ മുൻഭാഗം തടവുക, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ബാക്ക് ഭാഗം എങ്ങനെയൊക്കെ നമുക്ക് കൈ എത്തുന്ന രൂപത്തിലൊക്കെ നമുക്ക് തടവാം. അതിലൂടെയൊക്കെ നമുക്കൊരു മാനസികമായിട്ടൊരു വല്ലാത്തൊരു സന്തോഷം വരാനുണ്ട്, മനസ്സിനൊരു വല്ലാത്ത ധൈര്യം വരാനുണ്ട്. നമ്മളെ ഏൽപ്പിക്കുന്നത് ആരെയാണ്? റഹ്മാനായ റബ്ബിനെയാണ്. ആ അധ്യായങ്ങളുടെയൊക്കെ മഹത്വമൊക്കെ ഓർത്തുകൊണ്ട് നമ്മളിത് എല്ലാ ദിവസവും 3 തവണ ഇത് നമ്മൾ നിർവഹിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. ഈ ആയത്തുകളിലൊക്കെ അടങ്ങിയിട്ടുള്ള കാവൽ തേട്ടം, എല്ലാ നിലക്കുമുള്ള ഷെറുകളിൽ നിന്ന്, കണ്ണേറിൻ്റെ ഷെറ്, നമുക്ക് അസൂയാലുക്കൾ വരുത്തി വെക്കുന്ന ഫിത്തനകളുടെ ഷെറ്, അസൂയാലുക്കളുടെ അസൂയ മുഖേന, അതുപോലെ തന്നെ കെട്ടുകളിട്ട് മന്ത്രിക്കുന്ന സാഹിറുകൾ, മാരണക്കാര്, കൂടോത്രക്കാര്, അങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമുക്കെതിരെ ആരൊക്കെ തിരിയുന്നുവോ, പൈശാചികമായ ദുർബോധനങ്ങൾ, പിശാചിന്റെ മറ്റ് വിളയാട്ടങ്ങൾ, എല്ലാത്തിൽ നിന്നും കാവലാണല്ലോ ഈ അധ്യായങ്ങൾ. അതുകൊണ്ട് തന്നെ മറക്കാതെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഞാൻ ഈ 3 സൂറത്തുകളുടെയും ആശയങ്ങളെ വിശദീകരിക്കാൻ നിന്നാൽ നമ്മുടെ സമയം നീണ്ടുപോകും. നമുക്കൊക്കെ അറിയാമല്ലോ അവയിലൊക്കെ അടങ്ങിയ ആശയങ്ങൾ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ഇത് മുടങ്ങാതെ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.